അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൽപ്പെട്ട സ്വലാത്തു തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ചാണ്. തസ്ബീഹ് നിസ്കാരത്തിൽ 300ഓളം തസ്ബീഹുകൾ സ്പെഷ്യലായിട്ട് ചെല്ലാനുള്ളത് കൊണ്ടാണ് തസ്ബീഹ് നിസ്കാരം എന്ന് പേര് പറയുന്നത്. ഈ തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. ബി തസ്ലീമത്തിൻ, ഒരു സലാം വീട്ടിക്കൊണ്ട്. വഹുവൽ അഹ്സനു, ഇങ്ങനെ ഒരു സലാം വീട്ടി 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കലാണ് അൽ അഹ്സനു, ഏറ്റവും നല്ലത്. നഹാറൻ, പകലിൽ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ. ഔ ബി തസ്ലീമത്തൻ, അല്ലെങ്കിൽ 2 സലാം വീട്ടിക്കൊണ്ട് നിസ്കരിക്കലാണ്. വഹുവൽ അഹ്സനു, ഇങ്ങനെ 2 സലാം വീട്ടിക്കൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ലൈലൻ, രാത്രി തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുകയാണ് ആണെങ്കിൽ. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തം, ഈ തസ്ബീഹ് നിസ്കാരം എപ്പോഴും നിസ്കരിക്കാം എന്നുള്ളത്. രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം സലാം വീട്ടുക, പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം പിന്നെ സലാം വീട്ടുക. എന്നാൽ പകലാണെങ്കിലോ 4 റക്അത്തും ഒരുമിച്ച് നിസ്കരിക്കുക. ഇത് ഓരോ ദിവസവും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും, അതുമല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കാൻ നോക്കുക, അതുമല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം. അങ്ങനെയും പറ്റുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അപ്പം ഞങ്ങൾ നിയ്യത്ത് ചെയ്യണം. 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുക, നിയ്യത്ത് ചെയ്യുക. 4 റക്അത്താണെങ്കിൽ തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അതിനുശേഷം ഫാത്തിഹ ഓതുക. പിന്നീട് സൂറത്താണ് ഓതേണ്ടത്. വയഖ്റഉ ഫിഹാ, ഈ തസ്ബീഹ് നിസ്കാരത്തിൽ അവൻ പാരായണം ചെയ്യണം. അൽഹാഖു, 1ാമത്തെ റക്അത്തിൽ അൽഹാഖു തഗാസുർ പാരായണം ചെയ്യണം. 2ാമത്തെ റക്അത്തിലോ വൽ അസ്ർ എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്യണം. 3ാമത്തേതിൽ വൽ കാഫിറൂന, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് പാരായണം ചെയ്യണം. വൽ ഇഖ്ലാസ് 4ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു പാരായണം ചെയ്യണം. വയഖൂലു ഫീ കുല്ലി റക്അത്തിൻ മിൻഹാ, ഈ തസ്ബീഹ് നിസ്കാരത്തിൽ നിന്നുള്ള എല്ലാ റക്അത്തിലും അവൻ പറയണം 75 മർറ, 75 പ്രാവശ്യം. അപ്പോൾ ഓരോ റക്അത്തിലും 75 ആയാൽ 4 റക്അത്ത് കൂടുമ്പോൾ 300 തസ്ബീഹ് ആവും. അപ്പോൾ ഒരു റക്അത്തിൽ അവൻ 75 പ്രാവശ്യം എന്താ പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്ന ഈ ദിക്ർ അവൻ പാരായണം ചെയ്യണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനിക്കാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് വേറാരുമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. വലാ ഹൗല, ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിന് എനിക്കൊരു കഴിവുമില്ല. വലാ ഖുവത, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് എനിക്കൊരു ശേഷിയുമില്ല. ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം, ഉന്നതനും മഹോന്നതനുമായ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. അപ്പോൾ 75 പ്രാവശ്യം ഒരു റക്അത്തിൽ പറയണമെന്ന് പറഞ്ഞു. ഈ 75 പ്രാവശ്യം ഒരു റക്അത്തിൽ എവിടെയൊക്കെ പറയണം അതാണ് ഇനി വിശദീകരിക്കുന്നത്. 15 പ്രാവശ്യം മറത്തൻ, 15 പ്രാവശ്യം ബാദൽ ഖിറാഅത്തി, ഫാത്തിഹ ഓതിയതിനു ശേഷം പറയണം. ബാക്കി 60 പ്രാവശ്യം ഉണ്ടാവും. ആ 60 പ്രാവശ്യം നമ്മൾ ചെല്ലേണ്ടത് ഓരോ സ്ഥലത്തും 10 അങ്ങനെ അങ്ങ് പറയാൻ പോവാം. വാശിറം ഫി കുല്ലി മിന റുക്കൂയിൽ 10 പ്രാവശ്യം. വൽ ഇത്തിദാലിൽ 10 പ്രാവശ്യം. സുജൂദേനി, 2 സുജൂദുകളിൽ ഓരോ സുജൂദിലും 10. അപ്പം ഒരു സുജൂദിൽ 10, മറ്റൊരു സുജൂദിൽ 10, അങ്ങനെ 20. വൽ ജുലൂസി ബൈനഹുമ, 2 സുജൂദിൻ്റെ ഇടയിൽ ഒരു ഇരുത്തം നമ്മൾ ഇരിക്കും, അവിടെ 10 പ്രാവശ്യം. അശിറം ഫി ജൽസത്തിൽ ഇസ്തിറാഹത്തി, 1ാമത്തെയും 3ാമത്തെ റക്അത്തിൽ 2ാം സുജൂദ് കഴിഞ്ഞ് പിന്നെ റുക്കൂ ഖിയാമിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഇരുത്തം, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം സുന്നത്തുണ്ട്, അവിടെ 10 റക്അത്ത് 10 പ്രാവശ്യം ചെല്ലുക. ഔ കബില തശഹുദി, ഇനി 2ാമത്തെയും 4ാമത്തെ റക്അത്തിലാണെങ്കിലോ അത്തഹിയാത്തിൽ അവൻ 10 പ്രാവശ്യം ചെല്ലുക. ഇങ്ങനെ മൊത്തം 75 പ്രാവശ്യം ഓരോ റക്അത്തിലും ചെല്ലണം. ഇനി വേറെ രൂപം പറയാം. യജൂസു ജാലുൽ 15 പ്രാവശ്യം കബിലൽ ഖിറാഅത്തി, ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അനുവദനീയമാണ്. അങ്ങനെയും പറ്റും. യജൂസു, അനുവദനീയമാണ്. ജാലുൽ 15 പ്രാവശ്യത്തെ ആക്കുക. കബിലൽ ഖിറാഅത്തി, ഫാത്തിഹയ്ക്ക് മുമ്പ് തന്നെ ആക്കുക. വജ്ജത്ത് ഓതിയതിനു ശേഷം 15 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക, പിന്നീട് ഫാത്തിഹ ഓതുക. ആശിരിൽ ഇസ്തിറാത്തി, ഇസ്തിറാത്തിൻ്റെ സമയത്തുള്ള 1ലും 3ലുള്ള ഇസ്തിറാത്തിൻ്റെ ഇരുത്തായിരിക്കും. ആ സമയത്ത് 10 ചെല്ലണം നേരത്തെ പറഞ്ഞല്ലോ. ആ 10 ആക്കുക ഇവിടെ ബാദ, ഫാത്തിഹയ്ക്ക് ശേഷം ആക്കുക. അങ്ങനെ 75 ആക്കാനും പറ്റും. വസലാത്തു തസ്ബീഹ്, ഈ തസ്ബീഹ് നിസ്കാരമാകുന്നത് മിൻ നഫ്ലിൽ മുത്ലക്ക്, മുത്ലക്ക് സുന്നത്ത് നിസ്കാരത്തിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ്. അലൽ മുത്ബിൽ, പ്രബലാഭിപ്രായം അനുസരിച്ച്. മുത്ലക്ക് സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ സമയം കൊണ്ടോ അല്ലെങ്കിൽ കാരണങ്ങളെ കൊണ്ടോ ഉപാധി വെക്കപ്പെട്ടതല്ലാത്ത സുന്നത്ത് നിസ്കാരം, അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അതിൻ്റെ ഗണത്തിൽപ്പെട്ടതാണെന്നാണ് പ്രബലാഭിപ്രായം. ഇനി അഫ്ളലുൻ നവാഫിദി, സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ കുറേ പറഞ്ഞു. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരവും ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരം ഒക്കെ പറഞ്ഞു. അതിൽ നിന്ന് ഏറ്റവും പോരിശയുള്ള സുന്നത്ത് നിസ്കാരം ഏത്? അതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്.
സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് ഏറ്റവും അഫ്ളൽ പോരിശുള്ളത് അഫ്ളലുൻ നവാഫിലി സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് ഏറ്റവും പോരിശുള്ള സുന്നത്ത് നിസ്കാരമാകുന്നത് ഈദുൽ അക്ബർ ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ്. പിന്നീടോ ശേഷം അസ്ഹർ ചെറിയ പെരുന്നാൾ നിസ്കാരമാണ്. ഖുസൂഫുൻ പിന്നീട് സൂര്യഗ്രഹണ നിസ്കാരമാണ്. ഖുസൂഫുൻ പിന്നെ ചന്ദ്രഗ്രഹണ നിസ്കാരമാണ്. ഇസ്തിസ്കാഉൻ അതിനുശേഷം മഴ തേടിയുള്ള നിസ്കാരമാണ്. വിത്രു അതിനുശേഷം വിത്ർ നിസ്കാരമാണ്. അതിനുശേഷം റകഅത്താൽ ഫജ്രി സുബഹിൻ്റെ മുമ്പുള്ള ഫജ്റിൻ്റെ മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത് നിസ്കാരമാണ്. അതിനുശേഷം ബഖിയത്തു റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളാണ്. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് തന്നെ ആദ്യം ഏറ്റവും സുന്നത്ത് നിസ്കാരം മുഅക്കദായിട്ടുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം, പിന്നീട് മുഅക്കദല്ലാത്തത്. തറാവിയു പിന്നെ തറാവി നിസ്കാരമാണ്. പിന്നെയോ ലുഹയാണ്. പിന്നെയോ ഫമാ ഒന്ന് താലക ഒന്ന് ബന്ധിക്കുന്നുണ്ട് ബി ഫീലിൻ മനുഷ്യൻ്റെ പ്രവർത്തനവുമായി ബന്ധിക്കുന്നുണ്ട്. ഏതുപോലെ തൊവാഫിൻ്റെ 2 റകഅത്ത് നിസ്കാരം പോലെ, തഹിയ്യത്ത് പള്ളിയിൽ കടന്നാലുള്ള തഹിയ്യത്തിൻ്റെ 2 നിസ്കാരം പോലെ, ഇഹ്റാമി ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ ഇഹ്റാം ചെയ്യില്ലേ അതിൻ്റെ 2 റകഅത്ത് നിസ്കാരം പോലെ. അപ്പം ഇതിൽപ്പെട്ടത് തന്നെയാണ് ഈ വുളൂവിൻ്റെ സുന്നത്ത് നിസ്കാരവും. എന്നാൽ ഇവകൾക്കൊക്കെ ശേഷമാണ് വുളൂവിൻ്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ടാണ് ശേഷം പറഞ്ഞത് സുന്നത്തുൽ വുളൂ, പിന്നെ വുളൂവിൻ്റെ 2 റകഅത്ത് സുന്നത്ത്. ഇവകൾക്ക് ശേഷം ഫമാ ഒന്ന് താലക ഒന്ന് ബന്ധിച്ചിട്ടുണ്ട് ബി ഒയിരി ഫീലിൻ മനുഷ്യൻ്റെ പ്രവർത്തനവുമായിട്ടല്ലാതെ ബന്ധിച്ചതാണ്. ഇതുപോലെ സുന്നത്തി സവാലി സൂര്യൻ നട്ടുച്ചയിൽ നിന്ന് തെറ്റുക, അത് മനുഷ്യൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതല്ലല്ലോ. ഇവകൾക്കൊക്കെ ശേഷമാണ് ഫന്നഫുലുൽ മുത്തലക്കായ ഉപാധി വെക്കപ്പെട്ടതല്ലാത്ത സുന്നത്ത് നിസ്കാരം. ഇനി പറയുന്നത് കലാ ഉൻ നവാഫിലി സുന്നത്ത് നിസ്കാരം കലാ വീട്ടാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചാണ്. യുന്തബു സുന്നത്താക്കപ്പെടുന്നു കലാ ഉമാ ഫാത്ത നഷ്ടപ്പെട്ട ഒന്നിനെ കലാ വീട്ടൽ മിനൻ നഫ്ലിൽ മുഅക്കദത്തി സമയം കൊണ്ട് ഉപാധി വെക്കപ്പെട്ടതായ സുന്നത്ത് നിസ്കാരം മുമ്പ് വരെ പറഞ്ഞു. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് കലാ വീട്ടാം. ഏതുപോലെ ഒരാൾ വിത്ർ നിസ്കരിക്കുന്ന ആളാണ്, വിത്ർ അന്ന് രാത്രിയും വിത്ർ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് രാവിലെ അത് വീണ്ടെടുക്കാം, അതും കലാ ആയിട്ട് നിസ്കരിക്കാൻ പറ്റും. അതുപോലെ വമിനൽ വിർദി മിൻ നഫ്ലിൽ മുത്തലക്ക സുന്നത്ത് നിസ്കാരം തന്നെയാണ്. അതിൽ നിന്ന് പതിവായി ചെയ്യുന്ന ഒരു മുത്തസ്കാരം എന്നും ലുഹ നിസ്കാരത്തിന് ശേഷം 2 റകഅത്ത് മുത്തലക്ക നിസ്കാരം നിസ്കരിക്കാറുണ്ട്. അതിന് ഒരു ദിവസം അവൻ പറ്റിയിട്ടില്ല, എന്നാൽ അവന് അത് ലുഹറിന് ശേഷം കലാ കിട്ടാം. അതുപോലെ ദിക്ർ എന്നൊരാൾ ദിക്ർ ദായിമാക്കി കൊണ്ടുവരുന്ന ആളാണ്. മഗ്‌രിബിന് ശേഷം 1000 തസ്ബീഹ് അല്ലെങ്കിൽ 1000 തഹ്ലീൽ ഇങ്ങനെ പതിവാക്കുന്ന ആൾ ഒരാൾക്ക് അന്ന് ഒരു ദിവസം ചെല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഇശാന് ശേഷം മറ്റു സമയങ്ങളിലായിട്ട് അത് കലാ വീട്ടാൻ പറ്റും, സുന്നത്താണ്. അൽഹംദുലില്ലാ ഇന്നത്തോടുകൂടെ ജുസ്ഉൽ അവ്വൽ ഖുലാസയിൽ നിന്നുള്ള ജുസ്ഉൽ അവ്വൽ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അല്ലാഹു തആല ഇതുവരെ നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഇതിൻ്റെ മുസന്നിഫിൻ്റെ ബർക്കത്ത് കൊണ്ടൊക്കെ ശറഅ് പറഞ്ഞ രീതിയിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി വളരെയധികം ഒരു മട്ടത്തോടു കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈറിൽ കസീന നബിയിൽ